ഷാർജയിലെ അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം. ഷാർജയിൽ കൊല്ലം സ്വദേശി അതുല്യ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സതീഷ് ശങ്കർ ഇന്ന് അറസ്റ്റിലായി. യിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിമാനമിറങ്ങിയ ഇയാളെ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവെക്കുകയും വലിയതുറ പോലീസിന് കൈമാറുകയുമായിരുന്നു. ഇയാൾക്കെതിരെ കൊല്ലം പോലീസ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കൊല്ലം സെഷൻസ് കോടതിയാണ് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത സതീഷിനെ നടപടികൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിടും. അതുല്യയുടെ മരണത്തെ തുടർന്ന് സതീഷിനെ സ്വകാര്യ കമ്പനിയെ പിരിച്ചുവിട്ടിരുന്നു. ചവറ തെക്കുംഭാഗം പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലത്ത് നിന്നെത്തി നടപടി പൂർത്തിയാക്കിയ ശേഷം ജാമ്യം അനുവദിക്കും. അതുല്യയെ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത്. ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ജൂലൈ 19 പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. താൻ അതുല്യയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സതീഷ് പിന്നീട് മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി.